ഇങ്ങോട്ട് മാറി നിൽക്കൂ. വാർഡൻ എവിടെ? അല്ല പിന്നെ പറയാം, വന്ന് നിൽക്കൂ. രമേ, എല്ലാവരും റെഡിയല്ലേ? എല്ലാരും റെഡി. കമാൺ. നിന്റെ പേരെന്താ? സന്താനവല്ലി. 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 ഫാമിലി പ്ലാനിങ്ങിനെ പറ്റി എന്തറിയാം? ഒന്നും അറിഞ്ഞൂടാ. എന്നാ വേഗം പഠിച്ചോണം. പേര് കുറച്ച് അബദ്ധമുള്ള പേരാണ്. സന്താനവല്ലി. ഡസൻ കണക്കിന് കുട്ടികളുണ്ടാവും അർത്ഥം. വാർഡൻ ഇവിടെ സുഖമായി ഉറങ്ങുന്നു. വാർഡൻ വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ വന്നത്? വാർഡനല്ല വിളിച്ചത്, ഞങ്ങളാ. റാഗിങ്ങിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്നാ കാണിച്ചു തരാം. ആദ്യം ഇവളാകട്ടെ. വരൂ. ഇവിടെ നിൽക്കൂ. തൂക്കം എത്രയാ? 40 കിലോ. 40 കിലോ? കുറഞ്ഞത് 1.5 ടൺ കാണും. പേരെന്താ? നാട്യം தெரியுமா? നാട്യമാ? தெரியாதே. தெரியாதே. പണി പാറേ. ഈ വേഷത്തിൽ ചെയ്ത തമാശയില്ല. നമുക്കൊന്ന് കാണാം. ബർത്ത്ഡേ ഷൂട്ട് ചെയ്യട്ടെ, നല്ല രസം ഉണ്ടാവും. അതെല്ലാം ഒടുവിൽ. കമാൻഡാൻ, എന്നാലും ആട മുടിയാതെ. മുടിയാതെ കൊത്തുവേ. முடியாது சொன்னால் என்ன செய்வேன் தெரியுமா? என்ன? உடம்புல துணி இருக்காது, அப்படியே முழுச உட வச்சு வேடிக்கை பார்ப்போம். கமாண்டான். நடனம் ஆடினா வெகு நாகரிகமாகவே கனக சபையில் ஆனந்தம். இது ரொம்ப கஷ்டம் இல்ல? சரி, இனி யோகம் சொல்லாது. പോട്ടെ, പാവം, അത് കിതയ്ക്കുന്നു. നല്ല കുട്ടി. ശരി, ഇനി പോയിക്കോ. പേരെന്താ? ജയഭാരതി. പാടാൻ അറിയാമോ? അറിയില്ല. ഒട്ടും അറിയില്ലേ? ഇല്ല. എങ്കിലും ഒരു പാട്ട് പാടണം. എനിക്ക് വയ്യ. പാടിക്കാൻ പറ്റുമോന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. രമേ, കുട്ടികളും പേപ്പർ പടിയും കൊണ്ടുവാ. പാവം റീത്ത, വേണ്ട. യു ഫൂൾ. പാട്. എനിക്ക് വയ്യ. വയ്യേ? പോലും ഇത്ര മനോഹരമായി പാടുകയില്ല. മിസ് പട്ടിക്കാട്. ഈ കാണുന്നതെല്ലാം സ്വന്തമാണോ? സാരിയും ബ്ലൗസും എല്ലാം സ്വന്തമാണോ എന്ന് പരിശോധിച്ചു കളയാം. ഓൾ റൈറ്റ്, അയക്ക്. എന്ത് ബ്ലൗസ്? അതിരിട്ടെ, തമാശക്കൊരു അതിര് വേണം. യു ഷട്ട് അപ്പ്. നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ നീ പോയി കിടന്നുറങ്ങ്. കമോൺ. എനിക്ക് വയ്യ. നിനക്ക് വയ്യേ? ആഹാ, എന്താ? ഇതാര്? സിംഗപ്പൂർ സുന്ദരിയോ? കാലെടുത്ത് വെച്ചപ്പോഴേക്കും വലിയ ആളാണെന്ന് വിചാരിച്ചോ? റാഗിംഗ് എന്ന് പറഞ്ഞ് എന്ത് തോന്നിയാസവും കാണിക്കാമെന്ന് നിങ്ങളും വിചാരിച്ചോ? ഇഷ്ടമുള്ളത് കാണിക്കും. നീ എന്താ ചെയ്യും? അവളെ തൊട്ടുപോയത് തൊടാൻ സാധിക്കില്ല. രമണിയുടെ റൂമിൽ പോ. അനങ്ങി പോകരുത്. ഇവരെന്ത് ചെയ്യുമെന്ന് ഞാനും നോക്കട്ടെ. വേണ്ട വീട്ടിൽ വേണ്ട. ലല്ലി, ബഹളം ഉണ്ടാക്കരുത്. ശ്രമം ഉണ്ടായിരിക്കും. അവൾ വൃത്തിയോടെ ആരംഭിക്കട്ടെ, അപ്പൊ ഞാൻ കാണിച്ചു കൊടുക്കാം. ഓഹോ, എന്നാൽ അതൊന്ന് കാണണം. എങ്കിൽ നിന്നെ തന്നെ ആദ്യം. ഐ എം സോറി.
വാസ് എ ഡാം ഗുഡ് ഫൈറ്റ്. ലല്ലി ഇത്ര നന്നായി ഫൈറ്റ് ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. വീട്ടയും ഒട്ടും മോശമല്ല. Is it? ഹായ്, ഇന്നു മുതൽ നമ്മൾ ഫ്രണ്ട്സ് ആണ്. നോ ഫൈറ്റ്. ഓക്കെ, നോ ഫൈറ്റ്. വി ആർ ഫ്രണ്ട്സ്. ഇനി തൊട്ട് ഈ ഹോസ്റ്റലിൽ റാഗിംഗ് പാടില്ല. സ്നേഹപൂർവ്വം പഴയവർ പുതിയതായി വരുന്നവരെ സ്നേഹിക്കണം. 3 days to the newcomers. Hip, 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 hip. എന്താണ് ഇവിടെ ബഹളം? എക്സ്ക്യൂസ് മീ മാഡം, ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. സെലിബ്രേഷൻ ചെയ്യാതെ മതി. പോയി ഇവിടെ നടക്കണം. സമയം വളരെ. എടോ മാളുട്ടി, തൃശ്ശൂര് പൂരല്ലടോ ഈ കഴിഞ്ഞത്. താൻ വല്ലതും കണ്ടടോ? 10 കിടന്ന് ഉറങ്ങണ പോലെ കുണ്ട കിടന്ന് ഉറങ്ങായിരുന്നു. എന്താ ഉണ്ടായത്? നമ്മുടെ റൗഡി റേറ്റ് ഉണ്ടല്ലോ, റാഗിംഗ് ആണെന്നും പറഞ്ഞ് സിംഗപ്പൂര് കുട്ടീനെ ഒരു പിടിയാ പിടിച്ചു. എന്നിട്ട് സിംഗപ്പൂർ ഒരു കലക്കാ കലക്കി റൗഡിയെ പിടിച്ച് 4 കൊടയിലങ്ങടാ കുടഞ്ഞു. പഴച്ചക്ക വീണ പോലെ റൗഡി ആ തറയില് കാണണ്ട കാഴ്ചയായിരുന്നു. ആ കിഴവൻ നമ്മളെല്ലാം പറ്റിച്ചിട്ട് കടന്നു കളഞ്ഞു. എന്താ അങ്ങനെ വിടാൻ പറ്റില്ല? ഞാൻ നാളത്തിന് മെറ്റാസിലേക്ക് പുറപ്പെടുകയാണ്. ആ അതെ, അതാണ് നല്ലത്. ഒന്നുകിൽ ലല്ലി നിന്റെ ഭാര്യ, അല്ലെങ്കിൽ എന്താ എന്താ എനിക്ക് മനസ്സിലായില്ല. Yes, Sergeant here. ഞാനാണ് സംസാരിക്കുന്നത്. ഞാൻ കുട്ടൻപിള്ള. ഏത് കുട്ടൻപിള്ള? അന്ന് എറണാകുളത്ത് വെച്ച് ഇന്റർവ്യൂ നടത്തില്ലേ, അതേ പിള്ള. എന്ത് വേണം? മിസ്റ്റർ രാജൻ, ഐ ആം എ പിള്ളൈ, യു ആർ എ പിള്ളൈ. പിന്നെ രാജനെ എനിക്കൊന്ന് കാണണം. അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. അന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴും ആ വേക്കൻസി ഒഴിഞ്ഞു കിടക്കുകയാണ്. ഏത് വേക്കൻസി? എന്റെ പേരുമായുള്ള കാര്യം. ഹലോ 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 വക്കീലെ, വെച്ച് കളഞ്ഞല്ലോ. ഇനി എന്താ മാർഗം? നമുക്ക് ആലോചിക്കാം. ഹലോ, വരണം 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 വരണം, ഇരിക്കണം. ഞാൻ പറഞ്ഞിരുന്നില്ലേ, എന്റെ പെങ്ങളുടെ മകൻ രവി എഞ്ചിനീയറാണ്. ഇത് മിസ്റ്റർ കുട്ടൻപിള്ള. എന്തിനാ ഞങ്ങളോട് അർജന്റായിട്ട് വരാൻ പറഞ്ഞത്? ലല്ലിയുടെ വിവാഹകാര്യത്തെ കുറിച്ച് സംസാരിക്കാനാണ്. ലല്ലിയുടെ സ്വഭാവം രമയ്ക്ക് ശരിക്കും അറിയാമല്ലോ. ലല്ലിയെ വിവാഹത്തിന് സമ്മതിപ്പിക്കുന്ന കാര്യം രമ എടുക്കണം. രമയും കൂട്ടുകാരും വിചാരിച്ചാൽ ലല്ലിയുടെ മനസ്സ് മാറ്റാൻ സാധിക്കും. ഇതാണോ കാര്യം? എന്നാലാവുന്നൊക്കെ ഞാൻ ചെയ്യാം. അടുത്തതാണ് ഏറ്റവും വിഷമം പിടിച്ച പ്രശ്നം. ഞങ്ങൾ നല്ല ഒന്നാം വരെ ഒരു പയ്യനെ നോക്കി വെച്ചിട്ടുണ്ട്. ആള് മദ്രാശി തന്നെയുണ്ട്. അതിലുകൊണ്ടൊരു കുഴപ്പം. അയാളോട് ഞങ്ങൾ വിവാഹകാര്യത്തെ കുറിച്ച് സംസാരിച്ചു. എന്നിട്ട് അയാൾ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ഓഹോ, അത് കൊള്ളാം. ആട്ടെ, ഞങ്ങൾ എന്ത് ചെയ്യണം? ലല്ലിയും രാജനും തമ്മിൽ പരിചയപ്പെട്ട് അന്യോന്യം ഇഷ്ടപ്പെടാനുള്ള മാർഗം നിങ്ങൾ ഉണ്ടാക്കണം. ശരി, ഇതാ രാജന്റെ അഡ്രസ്. മിസ്റ്റർ രാജനല്ലേ ഇവിടെ? ഇല്ല, ഓടാൻ പോയിരിക്കുന്നു. ഓട്ടം, വട്ടത്തിലോട്ടം, പാട്ടിലേക്ക് പോയിരിക്കുന്നു. എപ്പോ വരും? ഇപ്പൊ കൃത്യസമയത്തേ 6 കൃത്യമല്ലേ? അതെ. എന്നാൽ കൃത്യമായി ഇപ്പോൾ ഓടാൻ ആരംഭിച്ചിരിക്കും. 6:30 വരെ ഓട്ടം, ഉടൻ മോട്ടോർ സൈക്കിളിൽ ഇങ്ങോട്ട് ഓട്ടം, 6:45 മുട്ടയും പാലും കഴിക്കും. എല്ലാം കൃത്യമാണ്. കൃത്യമായി ഓടാൻ സ്ഥലവുമുണ്ടോ? കൃത്യമായ സ്ഥലമേ ഉള്ളൂ. മൈലഡീസ് പാർക്ക്, വലത്തേ മൂല.
എന്താ സ്റ്റാർട്ടാവുന്നില്ലേ? ഇല്ല. ഞാനും നോക്കട്ടെ. യെസ്. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത് നോക്കൂ. താങ്ക് യു. നോ മെൻഷൻ പ്ലീസ്. ഞാൻ ഇവിടെ കൊണ്ട് നിർത്തിയപ്പോ ഒരു തകരാറുമില്ലായിരുന്നു. പിന്നെ എന്ത് സംഭവിച്ചെന്ന് എനിക്കറിഞ്ഞുകൂടാ. മനുഷ്യനെ പോലെ തന്നെ മിഷനും വിശ്വസിക്കാൻ പറ്റാതായിരിക്കും. ശരിയാണ്. എന്താ പേര്? രവി. എന്റെ പേര് രാജൻ. ഗ്ലാഡ് ടു മീറ്റ് യു. ഞാൻ മിസ്റ്റർ രാജനെ ദിവസം കൂടെ കാണാറുണ്ട്. ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണല്ലോ. അതെങ്ങനെ മിസ്റ്റർ രാജൻ വന്നാൽ ഉടനെ ഓടാൻ ആരംഭിക്കുകയായി? ഇതിനു മുമ്പ് ഇവിടെ വന്ന് ഓടിയിട്ടുണ്ടോ? ഇല്ല, ഇന്ന് ആരംഭിച്ചതേ ഉള്ളൂ. ഓഹോ, എനിക്ക് 10-15 വയസ്സ് മുതൽക്കേ ഇതൊരു ഹാബിറ്റ് ആയിപ്പോയി. വാസ്തവത്തിൽ മിസ്റ്റർ രാജനെ കണ്ടിട്ടാണ് ഞാൻ ഇന്ന് ഓടാൻ ആരംഭിച്ചത്. അപ്പോൾ എക്സർസൈസിലും ബോഡി ബിൽഡിങ്ങിലും ഒക്കെ താല്പര്യമുണ്ടോ? വലിയ താല്പര്യമാണ്. പക്ഷെ വേണ്ടത്ര നിർദ്ദേശങ്ങൾ തരാൻ തക്ക ഒരാളെ കിട്ടിയില്ല. മിസ്റ്റർ രാജന് ബുദ്ധിമുട്ടില്ലെങ്കിൽ എനിക്ക് അതേപ്പറ്റി ചില ഉപദേശങ്ങൾ തന്നാൽ കൊള്ളാം. ബുദ്ധിമുട്ടോ? സന്തോഷമുള്ള കാര്യമല്ലേ. ഇന്ന് തന്നെ ആരംഭിക്കുന്നതിൽ വിരോധമുണ്ടോ? നോട്ട് അറ്റ് ഓൾ. വരൂ, എന്റെ വീട്ടിലേക്ക് പോകാം. വെഹിക്കിൾ ഉണ്ടോ? ഇല്ല. എന്നാ എന്റെ വണ്ടിയിൽ കയറിക്കൊള്ളൂ. രവിക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരൂ. ഈ കോഫി കൂൾ സർ. ഇത് 3 കഴിക്കരുത്. വ്യായാമം ചെയ്യുന്ന ആൾ ഇത് 3 ഉപയോഗിക്കാൻ പാടില്ല. തക്കാളി ജ്യൂസ്. ടൊമാറ്റോ ജ്യൂസ് ട്രൈ. കൃത്യം സ്പെഷ്യലാണ്. കൃത്യം എന്നെ അന്വേഷിച്ച് ആരെങ്കിലും വന്നിരുന്നു? കൃത്യം 6 മണിക്ക് ഒരാൾ വന്നിരുന്നു സർ. ആരാ? ഇദ്ദേഹമായിരുന്നു. എന്നെ അന്വേഷിച്ചിട്ട് വന്നിരുന്നു. അതെ, ഞാൻ ഈ റോഡിൽ ഫാമിലി പ്ലാനിംഗ് ഓഫീസർ രാജൻ താമസിക്കുന്നുണ്ട്. അദ്ദേഹം എന്റെ അകന്നൊരു ബന്ധുവാണ്. ഈയിടെ മാറ്റമായി വന്നതാണ്. അഡ്രസ് ഇന്നലെയാണ് കിട്ടിയത്. വീട്ടു നമ്പർ വ്യക്തമല്ല. അങ്ങനെ ആ അബദ്ധത്തിൽ ഇവിടെ കൊണ്ട് കയറി. ഈ റോഡിൽ എവിടെയെങ്കിലും ആണെങ്കിൽ ഞാൻ കൃത്യമായി കണ്ടുപിടിച്ചു തരാം. വേണ്ട വേണ്ട, ഞാൻ കണ്ടുപിടിച്ചോളാം. ഫോൺ നമ്പർ എന്തെങ്കിലും ഉണ്ടല്ലോ? കൃത്യം ജൂയിസ്. പഞ്ചസാര ഇടണോ സർ? പാടില്ല പാടില്ല, തടി വർദ്ധിക്കും. രാജ, ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വരാം. ഇതെന്റെ മുത്തച്ഛനാണ്. ഇതെന്റെ സ്നേഹിതൻ രവി. ഇരിക്കും. ഇവൻ ഇങ്ങനെ ഒരു സ്നേഹിതനുള്ളതായിട്ട് ഞാൻ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. ഏതായാലും സന്തോഷമായി. വ്യായാമത്തിലെല്ലാം വലിയ താല്പര്യമുള്ള ആളാണ് രവി. ഓ, ഞാൻ മിസ്റ്റർ രാജന്റെ ശിഷ്യനായി വ്യായാമം അഭ്യസിക്കാമെന്ന് കരുതിയിരിക്കുകയാണ്. കൊള്ളാം. ശിഷ്യത്വം വ്യായാമാഭ്യസനത്തിൽ മാത്രം മതി. ഉദ്യോഗം ഉണ്ടോ? ഉണ്ട്. എഞ്ചിനീയറാണ്. എടാ, ഉപദേശിച്ച് ചെന്നാദിയുടെ ഉദ്യോഗം കുളത്തിലാക്കരുത്. അവൻ നിങ്ങളെ വ്യായാമം പഠിപ്പിച്ചോട്ടെ. പറ്റുമെങ്കിൽ നിങ്ങൾ അവനെ ചിലതൊക്കെ പഠിപ്പിച്ചാൽ കൊള്ളാം. ഇവന്റെ എടുത്തുചാട്ടം ഒന്ന് മാറ്റിയെടുക്കണം. ശ്രമിക്കാം. എന്തോ എനിക്ക് നിങ്ങളെ വളരെ പിടിച്ചു. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുമല്ലോ? തീർച്ചയായും വരും. എന്നാൽ ഞാൻ ഇറങ്ങിയിട്ട് വരാം. നോ 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 നോ. കൃത്യം. സ്പെഷ്യൽ ജ്യൂസ് ആണ് സർ. എന്താ? കുടിക്കൂ. ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. കൃത്യം. വെയിറ്റ് ലിഫ്റ്റിംഗ് റാഡ് 250 പൗണ്ട്സ് എടുത്ത് വയ്ക്കൂ. കൃത്യം 250 അല്ല സർ? കൃത്യം 250. അപ്പോ വ്യായാമത്തിന്റെ ആദ്യ പാഠം നമുക്ക് ഇപ്പൊ തന്നെ തുടങ്ങിക്കില്ല. വരും. കൃത്യം 250 ഉണ്ട് സർ. രവി, വൈകി. അങ്ങനെയല്ല. എന്ത്? This is the method.
1, 2, 3, 4. Come on. പതുക്കെ ശ്വാസം പിടിച്ചോളൂ. Come on. Yes. Just stay under the heel. Don't walk. Yes. Got it? Down. Slowly. ലല്ലിയുടെ മുത്തച്ഛൻ അവളെ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? എന്തിനാ? നമ്മളുടെ കൂടെ എല്ലാം ഇടപഴകി അവളുടെ സ്വഭാവത്തിന് സ്വല്പം മയം വരട്ടെ എന്ന് കരുതിയാണ്. ആളൊരു വിവാഹ ഉദ്ദേശിയാണെന്ന് കേട്ടത് നേരാണോ? അത് മാത്രമല്ല, പുരുഷ ഉദ്ദേശം കൂടിയാണ്. ഞാൻ ഇന്നലെ അവളോട് രാജേഷ് ഖന്ന ഇവളുടെ രാജേഷ് ഖന്ന രമ പറയൂ, അത് നിങ്ങൾ എന്ത് ചെയ്യണം? ലല്ലിയുടെ സ്വഭാവം നമുക്ക് മാറ്റിയെടുക്കണം. അവളെ കൊണ്ട് വിവാഹത്തിന് സമ്മതം മൂളിപ്പിക്കണം. നിങ്ങളുടെയൊക്കെ സഹായമുണ്ടെങ്കിൽ അവൾ ശരിയാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞങ്ങളെല്ലാം റെഡി. ഇന്നു മുതൽ ലല്ലിയുടെ മനസ്സ് മാറ്റിയെടുക്കലാണ് നമ്മുടെ ലക്ഷ്യം. ദിവസേന 2 പ്രേമകഥകളെങ്കിലും പറഞ്ഞ് ഞാൻ അവളെ ഉരുക്കും. ഓ, അതൊന്നും വേണ്ടി. രാജേഷ് ഖന്നയുടെ 4 പടം തുടർച്ചയായി കൊണ്ട് കാണിച്ചാൽ മതി. അവൾ താനും ശരിയാവും. ഓ, പിന്നെ തുടങ്ങി അവളുടെ രാജേഷ് ഖന്ന പുരാണം. വാടി, സിംഗപ്പൂർ സുന്ദരിയെ ആദ്യത്തെ പാഠം ഇപ്പൊ തന്നെ നമുക്ക് പഠിപ്പിക്കാൻ തുടങ്ങാം. വരും.